ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഈ ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെറിയ ഉള്ളി നന്നാക്കി എടുക്കാൻ വിഷമമാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 സവോളയാനും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ചെറിയ ഉള്ളിയാണ് ഇതിന് ബെസ്റ്റായിട്ടുണ്ടാവുക ഈ ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ ചെറിയുള്ളി ഒന്ന് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, അതായത് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ അതുവരേക്കും നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉള്ളി ഒരു കുഴഞ്ഞ രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് മൊരിഞ്ഞ ഒരു രൂപത്തിലാണ് കിട്ടേണ്ടത്. ഉള്ളി മുളകും നന്നായിട്ട് ഫ്രൈ ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും, പക്ഷേ അത് നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ടത് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ട് ഇതിലേക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം. ചിക്കൻ, ചതച്ച മുളക്, ഉള്ളി, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഈ ചിക്കൻ ഫ്രൈ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് ആ മുളകിൻ്റെ കുത്തൊന്നും നമുക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ മുളക് മൊരിഞ്ഞിട്ടില്ലെങ്കിൽ ആ മുളകിൻ്റെ കുത്ത് എടുക്കും. അപ്പോൾ നന്നായിട്ടുണ്ടാവില്ല ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ടാവും. അതുവരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി മുളകൊക്കെ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല ഫ്രൈഡ് രൂപത്തിലാണ് വന്നിട്ടുള്ളത്. കുഴഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് മൊരിയിച്ചെടുക്കേണ്ടത്. കരിഞ്ഞിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഭാഗത്തും മൊരിഞ്ഞ് കിട്ടും മുളകൊക്കെ. അപ്പം നമ്മുടെ ഉള്ളി മുളകും ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കിലോ ചിക്കൻ ഇവിടെ കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവണ വരെ ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തീ വേണമെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അതിന് ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിലാക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പോ മുളകോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊരു 10 മിനിറ്റ് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മതി. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.